മത്സരം കാണാൻ ഗാലറിയിൽ നീലക്കടൽ പോലെ ജനം ആർത്തിരമ്പുകയാണ്. വിജയിക്കാൻ പോകുന്നത് ആരെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിലും കനൽ വഴികളിലൂടെ അരശതം കുഞ്ഞാടുകളെ തനിക്ക് പിന്നിൽ നടത്തിയ കാൽപന്തിന്റെ മിസിഹ അറേബ്യയുടെ പച്ചപ്പരവതാനികളിൽ അത്തറുമണക്കുന്ന തുകൽപന്ത് തട്ടി ആദ്യ വിജയം കുറിക്കുന്നത് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഗാലറിയും ലോകവും. അവസാനം കളിച്ച 36 മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോൽവി അറിയാതെ കാനറികളുടെ ചിറകരിഞ്ഞ് കോപ്പ ചൂടിയ ഏറ്റവും മികച്ച പോരാളികളുമായാണ് അർജന്റീന എത്തിയിരിക്കുന്നത്. ഖത്തർ ലോകകപ്പിലെ ഏറ്റവും സന്തുലിതമായ ടീമുകളിലൊന്ന്. യുവത്വത്തിന്റെ കരുത്തും അനുഭവ സമ്പത്തിന്റെ ഊർജവും ഒത്തുചേർന്ന സംഘം. എത്ര ഗോളിനാകും അർജന്റീനയുടെ വിജയമെന്ന് കാണാൻ കാത്തിരിക്കുന്ന ഗാലറി. പക്ഷേ അന്ന് സംഭവിച്ചത് കാലത്തെയും കാൽപന്തിനെയും ഞെട്ടിച്ചൊരട്ടിമറിയായിരുന്നു. കളിയൊടുങ്ങുമ്പോൾ അർജന്റീന സൗദി അറേബ്യയോട് അടിയറവ് പറഞ്ഞു. അറബ് തട്ടകത്തിൽ അടിതെറ്റി വീണ അർജന്റീനൻ സൈന്യത്തിന് സൗദിയുടെ സുൽത്താൻമാർ പരാജയത്തിന്റെ നോവ് നുകർന്നു. ബ്യൂണസ് ഐറിസ് എന്ന മഹാനഗരം മാത്രമല്ല, ലോകത്തിന്റെ പലയിടങ്ങളും പൊടുന്നനെ നിശബ്ദമായി. കാലങ്ങളായുള്ള കാത്തിരിപ്പിന്റെ നോവ് നിറഞ്ഞ ആകാശത്തേക്ക് നോക്കിയ അയാൾക്ക് കളി ദൈവങ്ങളെ കാണാനായില്ല. തനിക്കായി മാലാഖമാരും അവിടെയില്ല. 1000 കൂരാണികൾ ഇടനെഞ്ചിൽ തറച്ചു കയറുന്ന വേദന അയാൾക്കുണ്ടായി. തനിക്കായി ആർത്തു വിളിച്ചവരെ തലയുയർത്തി നോക്കാൻ അയാൾക്കാകുന്നില്ല. ആ കനക കിരീടം തന്റേതല്ലെന്ന് അയാൾ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. തിളങ്ങുന്ന കണ്ണുകളിൽ കലങ്ങിയ കണ്ണീർ പൊഴിയാതിരിക്കാൻ അയാൾ പ്രയാസപ്പെട്ടു. നിശബ്ദമായ ഗാലറി നിസ്സഹായനായ തങ്ങളുടെ ദൈവത്തെ നോക്കി പരിതപിച്ചു. കാൽപന്ത് കിരീടം തേടിയുള്ള ഒരു റൊസാരിയോക്കാരന്റെ തീർത്ഥയാത്ര അവിടെ അവസാനിച്ചുവെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഏതസ്തമയത്തിന് ശേഷവും ഒരു ഉദയമുണ്ടാകില്ലേ? സൗദിയോടേറ്റ പരാജയത്തിൽ പതറാതെ നിന്ന ഒരാളുണ്ടായിരുന്നു. കളത്തിലല്ല, കളത്തിന് പുറത്ത്. മാലാഖ മേഘങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് പറന്നിറങ്ങിയിരുന്നു. ഏതു കൊടുങ്കാറ്റിനെയും തടുക്കാൻ ഒരു കാവൽക്കാരൻ അവതരിച്ചു. മെക്സിക്കോയിൽ തുടങ്ങി ഡച്ച് കൊറേഷ്യൻ സൈന്യങ്ങളെ വരെ തകർത്തെറിഞ്ഞ് കിലിയൻ എംബാപ്പെ വിതച്ച കൊടുങ്കാറ്റും കടന്ന് മിശിഹ ഉയർത്തെഴുന്നേറ്റു. അമീർ ചാർത്തി നൽകിയ മേലങ്കി അണിഞ്ഞ് അയാൾ കാൽപന്തിന്റെ കനകക്കിരീടം ഉയർത്തുമ്പോൾ ഭൂഗോളത്തിന്റെ ഹൃദയമിടിപ്പിന് അന്നൊരേയൊരു പേര് മാത്രമായിരുന്നു: ലയണൽ ആന്ദ്രസ് മെസ്സി. നീലവരകളുള്ള നിരാശ കവിതകൾക്ക് അവിടെ അന്ത്യം കുറിക്കപ്പെട്ടു. മരിയോയും മറഡോണയും റിക്കൽമിയും ബാറ്റിസ്റ്റൂട്ടയും എയ്മറും ഒട്ടേഗയും മഷറാനോയും തട്ടിയ പന്തിനെ ഇടങ്കാലിലെടുത്തൊരു കുറിയ മനുഷ്യനാടിയ പെരുങ്കളിയാട്ടത്തിനൊടുവിൽ വിരാമമായി.